ഒരിക്കലും ഒരു പെൺകുട്ടി തൻ്റെ വീടിനടുത്തുള്ള ഒരു വെയ്റ്റ് ലിഫ്റ്റിംഗ് ജിമ്മിൽ ചേരാനെത്തുന്നു. എന്നാൽ ആ പെൺകുട്ടിയെ അവിടെയുള്ള പരിശീലകൻ തിരിച്ചയച്ചു. അവൾ ആ സ്പോർട്സിന് അനുയോജ്യയില്ലെന്ന് പറഞ്ഞാണ് തിരിച്ചയച്ചത്. പക്ഷേ ആ അവഗണനയായിരുന്നു അവളുടെ ജീവിതത്തിലെ പുതിയ കഥയ്ക്ക് തുടക്കമിട്ടത്. ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സ് ഭാരോദ്വഹനത്തിൽ ആദ്യ മെഡൽ നേടിയായിരുന്നു ആ പെൺകുട്ടി തൻ്റെ പ്രതികാരം വീട്ടിയത്. പറഞ്ഞു വരുന്നത് 2000 സിഡ്നി ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി മെഡൽ നേടിയ ആദ്യ വനിതാ താരം കർണം മല്ലേശ്വരിയെ കുറിച്ചാണ്. തിരിച്ചടികളിലൂടെ വിജയത്തിലെത്തിയ കഥയാണ് കർണം മല്ലേശ്വരിയുടേത്. 12-ാം വയസ്സിലാണ് മല്ലേശ്വരി തൻ്റെ വീടിനടുത്ത് തന്നെയുള്ള ജിമ്മിൽ പരിശീലനം തുടങ്ങുന്നത്. മല്ലേശ്വരി കൂടാതെ അവിടെ വേറെയും കുറെ പെൺകുട്ടികൾ പരിശീലനത്തിന് എത്തിയിരുന്നു. യാഥാർത്ഥ്യത്തിൽ ആ പെൺകുട്ടികളിൽ നിന്ന് പ്രചോദനം കൊണ്ടായിരുന്നു മല്ലേശ്വരി ജിമ്മിലേക്ക് എത്തുന്നത്. അങ്ങനെ ഒരു തമാശയ്ക്ക് വേണ്ടിയാണ് ജിമ്മിൽ ചേരുന്നത്. പക്ഷെ ജിമ്മിൽ ചേരാനുള്ള തടിയും ആരോഗ്യവും ഇല്ലെന്ന് പറഞ്ഞ് അവളെ തിരിച്ചുവിട്ടു. അങ്ങനെ അപമാനിതയായ മല്ലേശ്വരി അമ്മ ശ്യാമള സമാധാനിപ്പിച്ചു. അവളിൽ വാശി നിറച്ചു. ആ കാഴ്ചപ്പാടുകളെല്ലാം തെറ്റാണെന്ന് തെളിയിക്കണമെന്നായിരുന്നു അമ്മയുടെ നിർബന്ധം. അങ്ങനെയാണ് വീണ്ടും ജിമ്മിലേക്ക് തിരിച്ചു ചെല്ലുന്നത്. കർണം മല്ലേശ്വരിയുടെ അച്ഛൻ ഫുട്ബോൾ കളിക്കാരനായിരുന്നു. 4 സഹോദരിമാരും വെയ്റ്റ് ലിഫ്റ്റർമാരും. എന്നിട്ടും പ്രചോദനമായി എത്തിയത് അമ്മ തന്നെ. 1990-ലെ ഏഷ്യൻ ഗെയിംസിനുള്ള ക്യാമ്പിൽ വെച്ച് ലോക ചാമ്പ്യനും പരിശീലകനുമായ ലിയോണിഡിനെ കണ്ടതാണ് മല്ലേശ്വരിയുടെ ഭാവി മാറ്റിമറിച്ചത്. മല്ലേശ്വരിയുടെ സഹോദരി കൃഷ്ണകുമാരി ആ ക്യാമ്പിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ചേച്ചിക്കൊപ്പം എത്തിയതായിരുന്നു മല്ലേശ്വരിയും. ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ തന്നെ ഒരു പ്രതിഭ ഒളിഞ്ഞിരിക്കുന്ന ലിയോണിഡ് തിരിച്ചറിഞ്ഞു. അദ്ദേഹം അവളെ ബാംഗ്ലൂർ സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ശുപാർശ ചെയ്തു. പിന്നീട് ഡൽഹി സായിലും പരിശീലനം ലഭിച്ചു. പതുക്കെ വിജയങ്ങൾ ആ പെൺകുട്ടിയെ തേടി എത്തിത്തുടങ്ങി. ആദ്യത്തെ ജൂനിയർ നാഷണൽസിൽ തന്നെ ദേശീയ റെക്കോർഡുകൾ തകർത്തുകൊണ്ടാണ് അവൾ വരവറിയിച്ചത്. 1994, 1998 ഏഷ്യൻ ഗെയിംസുകളിൽ നേരിയ വ്യത്യാസത്തിലാണ് മല്ലേശ്വരിക്ക് വെള്ളി മെഡൽ നഷ്ടമായത്. അതുപോലെ നേരിയ വ്യത്യാസത്തിലാണ് സ്വർണവും നഷ്ടമാകുന്നത്. പിന്നീട് 2000-ലെ സിഡ്നി ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടി അവൾ ചരിത്രം കുറിച്ചു. ഈ അതുല്യ നേട്ടം കൈവരിച്ചതോടെ ഉരുക്ക് വനിത എന്ന പേരിൽ കർണം മല്ലേശ്വരി അറിയപ്പെടാൻ തുടങ്ങി. തൊട്ടടുത്ത വർഷം പ്രസവത്തോടനുബന്ധിച്ച് സ്പോർട്സിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടതായി വന്നു. 2002-ലെ കോമൺവെൽത്ത് ഗെയിംസിൽ തിരിച്ചു വരാനിരിക്കെയാണ് അച്ഛൻ മരിക്കുന്നത്. പിന്നീട് 2004 ഒളിമ്പിക്സിൽ മടങ്ങിവരവിന് ശ്രമിച്ചുവെങ്കിലും മല്ലേശ്വരിക്ക് കാര്യമായ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞില്ല. സാധാരണ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചെയ്യുന്നവർക്ക് സ്ഥിരമായി ഉണ്ടാവുന്ന പുറം വേദന അത്തവണത്തെ ഒളിമ്പിക്സിൽ മല്ലേശ്വരിയും വലിച്ചു. അങ്ങനെ മല്ലേശ്വരിക്ക് തൻ്റെ വെയ്റ്റ് ലിഫ്റ്റിംഗ് കരിയർ അവിടം കൊണ്ട് അവസാനിപ്പിക്കേണ്ടതായി വന്നു. രാജം മല്ലേശ്വരി അർജുൻ അവാർഡ്, രാജീവ് ഗാന്ധി ഖേൽ രത്ന, പത്മശ്രീ എന്നിവ നൽകി ആദരിച്ചു. ഇന്ത്യൻ വെയ്റ്റ് ലിഫ്റ്ററായ രാജേഷ് ത്യാഗിയാണ് മല്ലേശ്വരിയുടെ ഭർത്താവ്. വിവാഹത്തിന് മുമ്പ് അമ്മയും വിവാഹശേഷം ഭർത്താവുമാണ് മല്ലേശ്വരി ജീവിതത്തിൽ ഉടനീളം പിന്തുണച്ചത്. എന്നും സ്പോർട്സിനോടുള്ള അടങ്ങാത്ത ഇഷ്ടം തന്നെയായിരുന്നു ആ പെൺകരുത്തിന് മുന്നോട്ട് നയിച്ചത്. ഇന്ന് മല്ലേശ്വരി ഹരിയാനയിലെ യമുന നഗറിൽ കർണം മല്ലേശ്വരി ഫൗണ്ടേഷൻ എന്ന പേരിൽ പരിശീലന കേന്ദ്രം തുടങ്ങിയിട്ടുണ്ട്. അവിടെ കഴിവും താല്പര്യമുള്ള കുട്ടികളെ വാർത്തെടുക്കാനുള്ള ശ്രമത്തിലാണ് കർണം മല്ലേശ്വരി ഇപ്പോൾ.